നാം ഇവിടെ എന്തിനാണ് എന്നൊരു ചിന്ത ചില സമയങ്ങളിലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ജീവിതം വല്ലാതെ പരാജയമാണെന്നും തൻ്റെ ജന്മം ഒരു പാഴ്ജന്മമാണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രകൃതിക്ക് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. നാം ഒരു ചെടിയുടെ കുറച്ച് വിത്തുകൾ പാകിയെന്നിരിക്കട്ടെ, നാം വിതയ്ക്കുന്ന എല്ലാ വിത്തുകളും മുള പൊട്ടി പുതിയ ചെടിയായി മാറണമെന്നില്ല. ഈ വളർന്നു വരുന്ന തൈച്ചെടികൾ തമ്മിൽ സൂര്യപ്രകാശത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ സ്ഥലത്തിന് വേണ്ടിയൊക്കെ ഒരു മത്സരമുണ്ടായിരിക്കും. നാം വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് എപ്പോഴും പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഏതൊരു പ്രതിസന്ധിയും മറികടക്കേണ്ടതായിട്ടുണ്ട്. ഏത് ചെടിയുടെ തണ്ടിനാണോ സൂര്യന്റെ പ്രകാശം ആ ദിശയിലേക്ക് വളരാൻ സാധിക്കുന്നത്, അതികാഠിന്യമായ ചൂടിനെയും അതിശക്തമായ മഴയെയും ഒക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നത്, ഏതിൻ്റെ വേരിനാണോ എത്ര അഗാധമായ ജലത്തിന്റെ അംശത്തെയും ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്, മണ്ണിൽ വേരുറപ്പിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്, അവയാണ് നമുക്ക് ഫലപ്രദമായി തീരുന്ന വലിയ സസ്യങ്ങളായി മാറുന്നത്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതിജീവിക്കുന്നവരാരാണോ അവരാണ് നിലനിൽക്കുന്നത്. ഈ നിയമം സസ്യങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ ബാധകമാണ്. ജീവിതത്തിൽ പേമാരി പെയ്യുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞൊന്ന് ശ്രദ്ധിക്കുക. എപ്രകാരമാണ്, എത്രമാത്രം അതിജീവിച്ചാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഇവയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എത്ര ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ അതിനെയൊക്കെ പടവെട്ടി ഇതുവരെ എത്തിയത്. നമുക്കിടയിൽ തന്നെ എത്രയേറെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കടന്നു പോയിരിക്കുന്നു. നാം ഇതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഇന്നിവിടെ ഈ നിമിഷം നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഈ നിമിഷങ്ങളിൽ നിലനിൽക്കുന്ന ഭൂമിയിലെ ഏതൊരു ജീവജാലവും അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിജീവന മാർഗത്തിലൂടെ തന്നെ കടന്നു വന്നതാണ്. അതിജീവനം അത് നമ്മുടെ പരാജയമല്ല, മറിച്ച് നമ്മെ പര്യാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പ്രയാസവും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അത് നിങ്ങളുടെ മനസ്സിനെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതിജീവിക്കാൻ പഠിക്കുക. ഓരോ തളർച്ചയിലും അവിടെ തളർന്നിരിക്കാതെ എന്താണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയെന്ന് ചിന്തിച്ച് ജീവിതം അവിടെ അവസാനിപ്പിക്കാതെ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുക. എല്ലാവർക്കും ശുഭദിനം.